ജീവിതത്തിൻ്റെ ദുരന്തം നമ്മൾ വളരെ വേഗം വൃദ്ധരാവുകയും വളരെ വൈകി ബുദ്ധിമാന്മാരായി തീരുകയും ചെയ്യുന്നു എന്നതാണ്. ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത, ഉണർന്നാൽ ഉറങ്ങാനാവുമോ എന്ന് ഉറപ്പില്ലാത്ത വെറും നിസ്സാരതയാണ് ഓരോ ജീവിതവും. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം, ചേർത്തു പിടിക്കേണ്ട സമയത്ത് ചേർത്തു പിടിക്കുക തന്നെ വേണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തിനും മൂല്യമുണ്ടാവില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശം അവസ്ഥ അവരിൽ എത്ര പേർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തും. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയവർ. ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. നമ്മൾ വാശി പിടിച്ച് നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. തോൽവിക്ക് ശേഷം പുതിയ തുടക്കത്തെ ഭയപ്പെടരുത്. ഇത്തവണ നിങ്ങൾ പൂജ്യത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ജീവിതത്തിൽ നമ്മെ വേണ്ടാത്ത മനുഷ്യരെ ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രധാന കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരായി തുടരാനൊന്നും കഴിയില്ല എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യവുമാണ്. നാവിന് രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. നിങ്ങൾ കഠിനമാണെന്നോ മടുപ്പുളവാക്കുന്നതെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയതുകൊണ്ടാണ്. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടങ്ങൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കും ആവില്ല. അല്ലെങ്കിൽ ആരും കാണില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. മഞ്ഞുരുകുന്നത് കാഴ്ചയുള്ള എല്ലാവർക്കും കാണാൻ കഴിയും. മനം ഉരുകുന്നത് മനസ്സുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെ പോലെയാകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക്
മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീറുണ്ടാകും.